ഹലോ എവരി വൺ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കറണ്ട് ലിറ്ററസിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് ലിറ്ററസിറ്റി എന്നുള്ള ചാപ്റ്ററിന് ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പായിട്ടും 2 ചോദ്യങ്ങൾ ഷുവറാണ്. 3 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3 ചോദ്യങ്ങൾ വരാറുണ്ട്, 2 ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററിൽ ഒന്നാണ് എന്ത്, കറണ്ട് ലിറ്ററസിറ്റി. സോ ആ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് എന്താണെന്ന് നോക്കണം. സോ കറണ്ട് ത്രൂ എ ഗിവൺ ഏരിയ ഇസ് നെറ്റ് ചാർജ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ടൈം ത്രൂ ദാറ്റ് ഏരിയ. സോ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് എന്താ, കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഏറ്റവും ബേസിക് ആയുള്ള ഇക്വേഷൻ എന്താ. അപ്പോൾ ഏറ്റവും ബേസിക് ആയുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ കാണേണ്ടത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സോ കറണ്ട് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഒരു ടൈം ഇന്റർവെല്ലിൽ എത്രത്തോളം ചാർജിലൂടെ കടന്നു ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിന്റെ റേറ്റ് വിളിക്കുന്നവരാണ് എന്ത്, കറണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, കറണ്ട് എപ്പോഴും എന്താണെന്നില്ല, സ്റ്റഡി ആയി ഫ്ലോ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കറണ്ട് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ, ചാർജ് ചെയ്യുന്ന സാധനം സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കറണ്ട് അടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അല്ലേ, അതായത് dQ/dt ആണ്. I=dQ/dt. ഇനി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എന്താ, കറണ്ട് യൂണിറ്റ് എന്താണ്, ആംപിയർ ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കറണ്ട് നമ്മളൊരു സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തിനെ യൂസ് ചെയ്യും, ഒരു സെല്ല് യൂസ് ചെയ്യും എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സോ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നോർമലി ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് മെജോറിറ്റി എന്തുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലസ് മൈനസ് കൊടുക്കുന്ന സമയത്ത് ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇലക്ട്രോൺസ് കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാണ്, കൊളീഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസിനെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ഇലക്ട്രോൺസിന് ഒരു ഫ്ലോ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടെ ഇലക്ട്രോൺസുകളാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസിന് ഒരു ഫ്ലോ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിൻ്റെ ആവറേജ് വെലോസിറ്റി വിളിക്കുന്നവരാണ് എന്ത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ആണ്. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ? നമ്മൾ ബേസിക് ആയിട്ട് ഇക്വേഷൻ ആലോചിക്കുക എന്താണ്, E/m/τ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, V = U+AT എന്നുള്ള ഇക്വേഷനിൽ ആവറേജ് വെലോസിറ്റി ഇനീഷ്യൽ കണ്ടീഷനിൽ 0 ആണ്. ആക്സിലറേഷൻ ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ് പാർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അതിനുണ്ടാവുന്ന ആക്സിലറേഷൻ എന്താണ്, QE/m ആണ്. അപ്പോൾ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് E/m ഇൻറ്റു വെർ ടൈം ഈസ് ഗിവൺ ദാറ്റ് റിലാക്സേഷൻ ടൈം. അതായത് കൊളീഷൻ എടുക്കുന്ന ടൈമിന്റെ ആവറേജ് ടൈമിനെ വിളിക്കുന്നവരാണ് എന്ത്, റിലാക്സേഷൻ ടൈം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ഈസ് E/m/τ വെർ വെക്ടർ ഫോം ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ നെഗറ്റീവ് സൈൻ. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്ന ഒരു കാര്യം ആലോചിക്കുക. പിന്നെ നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അടുത്ത പോയിന്റ് കറണ്ട് ഡെൻസിറ്റി ആണ്. എന്താണ് കറണ്ട് ഡെൻസിറ്റി? ആണ് സിംബൽ ഈസ് J. എന്താണ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവിനെ വിളിക്കുന്നവരാണ് എന്ത്, കറണ്ട് ഡെൻസിറ്റി. സോ കറണ്ട് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, J എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെക്ടർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എപ്പോഴും ഏരിയ ഡയറക്ഷൻ എന്താണ്, ഏരിയ വെക്ടർ ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ടിന്റെ വെക്ടർ ഉണ്ടാവുക. SI യൂണിറ്റ് എന്താണ്, കറണ്ട് പെർ ഏരിയ ആയതുകൊണ്ട് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ ആണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ ആണ്. ഇത് നമ്മൾ പറയുന്നത് എന്താ അറിയോ, ഓംസ് ലോ അല്ലേടാ. V = IR എന്നുള്ള ഓംസ് ലോന്റെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയി നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണ് എന്ത്, കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. സിഗ്മ മീൻസ് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്, സിഗ്മ എന്ന് പറഞ്ഞാൽ 1/ρ ആണ്. സിഗ്മ = 1/ρ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ J = സിഗ്മ ഇ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ഓംസ് ലോക്ക് കറസ്പോണ്ടിങ് ആയുള്ള വെക്ടർ ഫോം എഴുതാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, J = സിഗ്മ ഇ. J കറണ്ട് ഡെൻസിറ്റി ആണ്, സിഗ്മ കണ്ടക്ടിവിറ്റി ആണ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി ഡ്യൂ ടു മൊബൈൽ കാരിയേഴ്സ് വരാം. ഈ മെറ്റൽസിൽ നമ്മൾ മെയിൻലി സംസാരിക്കുക ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അയനൈസ്ഡ് ഗ്യാസിൽ ആരാണ്, ഇലക്ട്രോൺസും അതേപോലെ പോസിറ്റീവ് ചാർജ് അയോൺസുമാണ് അയനൈസ്ഡ് ഗ്യാസിൽ ഉണ്ടാകുന്ന ചാർജ് കാരിയേഴ്സ്. ഇലക്ട്രോലൈറ്റിൽ എന്താണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് മൊബിലിറ്റിയാണ്. നീറ്റ് എക്സാമിന് ഒരു പ്രാവശ്യം മൊബിലിറ്റി ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് മൊബിലിറ്റി ചോദിച്ചായിരുന്നു. മക്കളെ മൊബിലിറ്റിയുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം ഒരു പ്രാവശ്യം നീറ്റ് എക്സാമിന് ഡയറക്റ്റ് ചോദ്യം വന്നതുമാണ്. സോ വാട്ട് ഈസ് മൊബിലിറ്റി? Mobility is defined as magnitude of drift velocity divided by electric field ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് അത് മൊബിലിറ്റി. ഒരു പ്രാവശ്യം നീറ്റ് എക്സാമിന് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂം ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് എന്താണ് മൊബിലിറ്റി എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മൊബിലിറ്റി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. വേറെ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, E/m/τ. സോ ഈ ഇക്വേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് വന്നാൽ യു വിൽ ഗെറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E/m/τ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായി, മൊബിലിറ്റിയുടെ ഇക്വേഷൻ ആയി. സോ മൊബിലിറ്റിയുടെ 2 ഇക്വേഷൻസ് ഞാൻ ഇവിടെ പറഞ്ഞു, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിലോ E/m/τ. ഈ 2 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ആണ്. നമുക്കറിയാം വെലോസിറ്റി യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് എന്താ, വോൾട്ട് പെർ മീറ്റർ ആണ്. സോ ഈ മീറ്റർ കറങ്ങി മുകളിൽ പോകുമ്പോൾ മീറ്റർ സ്ക്വയർ വരും, താഴത്തെ സെക്കൻഡ് ഉണ്ടാവും.
താഴത്ത് വോൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വരും, മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ വോൾട്ട് പെർ സെക്കൻഡ് വരും. മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ വോൾട്ട് ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ഇതിൽ ഓരോ റിലേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് കാണുന്നത് ഏതാണോ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ഓംസ് ലോ ആണ്. എന്താണ് ഓംസ് ലോ? ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഓംസ് ലോ. ഓംസ് ലോ ഇക്വേഷൻ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ ആണ്, ഓർ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതായത് രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൂടെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ ആണ്, ഓർ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്. കറണ്ട് കൂടുമ്പോൾ എന്ത് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. വേർ വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോ അതിന് വി ഈക്വൽ ഐ ആറിന് കറസ്പോണ്ടിങ് ആയുള്ള ഇക്വലൻ ഫോം ജെ ഈക്വൽ ടു സിഗ്മ ഐ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ഈ ചാപ്റ്ററിൽ നമ്മൾ വരുന്നത് റെസിസ്റ്റൻസ് ആണ്. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ എൽ ബൈ എ ആണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. വേർ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോയിന്റ് എന്താ അറിയോ? വേർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നത് ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരമാണ് എന്ത്, ലെങ്ത്. എവിടെയാണോ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി ഉണ്ടാകുന്ന ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡ് ബൈ എയിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ബാറ്ററി കണക്ട് ചെയ്യുന്നത് ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരമായിരിക്കും. ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി ഉണ്ടാകുന്ന ഏരിയ ആയിരിക്കും എടുക്കുക. സോ റെസിസ്റ്റൻസ് ഈക്വൽ റോ എൽ ബൈ എ. ഇവിടെ ഉണ്ടാകുന്ന റോന് വിളിക്കുന്നവരെന്താ? റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. അത് എന്താ റെസിസ്റ്റിവിറ്റി? യൂണിറ്റ് ലെങ്ത് ഉള്ള യൂണിറ്റ് ഏരിയ ഉണ്ടാവുന്ന ഒരു വയറിൻ്റെ റെസിസ്റ്റൻസിൽ വിളിക്കുന്നതാണ് എന്ത്, റെസിസ്റ്റിവിറ്റി. അത് ഓരോ മെറ്റീരിയലും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, മെറ്റീരിയൽ ഓഫ് കണ്ടക്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? മെറ്റീരിയലിനെയും ഏരിയനെയും അതേപോലെ ലെങ്ത്തിനെയുമാണ് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ ഓംസ് ലോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഓംസ് ലോ എന്ന് പറയുന്നത് എന്താ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ ആണ്. സോ വിയും ഐയും നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും. എന്നാൽ എപ്പോഴും ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടക്ടേഴ്സ് ഇസ് കോൾഡ് ഓമിക് കണ്ടക്ടേഴ്സ്. എന്നാൽ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ് എന്താ, ഓംസ് ലോ ഒബേ ചെയ്യാത്തവരാണ് എന്ത്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കറണ്ടും വോൾട്ടേജും നമ്മളുടെ ഗ്രാഫ് ആയത് വരയ്ക്കുന്നുണ്ട്, ഗാലിയം ആസനൈഡിന്റെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഗാലിയം ആസനൈഡിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോട്ടോ. ഗാലിയം ആസനൈഡിന്റെ ഗ്രാഫിന്റെ ഷേപ്പാണ് ഇതെന്താണ്. ഇവിടെ ഒന്നും യൂണിഫോം അല്ല അല്ലേ, വിയും ഐയും ഒരേപോലെ അല്ല കൂടുന്നത്, പ്രൊപ്പോർഷണൽ അല്ല കൂടുന്നത്. ഇവിടെ അങ്ങനെ കൂടുന്നുണ്ട്, പിന്നെ വി കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐ കുറയുന്നുണ്ട്, അങ്ങനെ മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് നോൺ ഓമിക് കണ്ടക്ടർ ആണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഡയോഡിൽ വിയും ഐയും എന്ത് ചെയ്യുന്നില്ല, വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് വി. ദിസ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പം സെമി കണ്ടക്ടേഴ്സിനും അതേപോലെ തന്നെ ഡയോഡ്, സെമി കണ്ടക്ടേഴ്സിലുള്ള ഡയോഡിനൊന്നും എന്ത് ചെയ്യുന്നില്ല, വിയും ഐയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒന്നും അല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, വി ഈക്വൽ ഐ ആർ എന്നുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞൊരു അടുത്തൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മെറ്റീരിയലിനെ റെസിസ്റ്റിവിറ്റിൻ്റെ ഫോമിൽ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും റെസിസ്റ്റിവിറ്റി കുറവാർക്കാം, മെറ്റൽസിനാണ്. ഏറ്റവും കൂടുതൽ ഇൻസുലേറ്റേഴ്സിനാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ്. നിങ്ങൾ ആലോചിക്കുക, മെറ്റൽസിനെ 10⁻⁸ to -8 to 10⁻⁻6 ആണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന് 10⁻⁵ to 10⁻⁸ വളരെ കൂടുതലാണ്. അപ്പം റെസിസ്റ്റിവിറ്റി കൂടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സോ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഒരു ലിമിറ്റഡ് റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ് റൂട്ട് ഈസ് ഈക്വൽ റോ 0 × 1 + α × ΔT. അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ചോദ്യങ്ങളാണ് കൂടുതൽ വരാറുള്ളത്. R is equal to R0 × 1 + α ΔT അല്ലെങ്കിൽ α t എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, R0 ഈസ് ദ റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആൽഫ is equal to R2 - R1 ഡിവൈഡ് ബൈ R1T2 - R2T1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണ്. എന്താണ് ഗ്രാഫ്? ഫോർ ഗുഡ് കണ്ടക്ടേഴ്സ് വോൾട്ടേജും കറണ്ടും എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് കോപ്പറിൻ്റെ, ഫോർ മെറ്റൽസിൻ്റെ കേസിൽ കോപ്പറിൻ്റെ ഗ്രാഫാണ്. റെസിസ്റ്റിവിറ്റിയും അതേപോലെ ടെമ്പറേച്ചറും നമ്മൾ ഉണ്ടാകുന്ന കോപ്പറിൻ്റെ ഗ്രാഫാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റിവിറ്റി ആർക്ക് കൂടുന്നുണ്ട്, മെറ്റൽസിന് കൂടുന്നുണ്ട്. എന്നാൽ നിക്രോം ഈസ് ആൻ അലോയ്. അലോയിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റിവിറ്റി കൂടുന്നുണ്ട്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൽഫയുടെ വാല്യൂ പോസിറ്റീവാണ്. എന്താണ് ആൽഫ? ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. എന്നാൽ ഇവിടെ ആൽഫയുടെ വാല്യൂ നെഗറ്റീവാണ്. സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ആൽഫയുടെ വാല്യൂ നെഗറ്റീവാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വേണം. ഇവിടെ ഒരു കമ്പാരിസൺ ടൈപ്പ് ചോദ്യം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെല്ലിൻ്റെ കേസാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡിവൈസ് ആണ്. നമ്മളൊരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലൂടെ ഒരു കറണ്ട്
ഒരു സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണെന്ത് നമ്മൾ സെല്ല് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു സെല്ല് വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കാറുണ്ട്. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് സെല്ലിൻ്റെ EMF. കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിന് എൻഡിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് ഈ VA മൈനസ് VB. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. നിങ്ങൾ ആലോചിക്കുക, ഇത് ഡിസ്ചാർജിങ് ആണ്, സെല്ലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷനാണ്. എന്നാൽ ഇതേപോലെ തന്നെ ഈ സെല്ലിലേക്ക് കറണ്ട് കയറി വരിക വിചാരിക്കുക. സെല്ലിലേക്ക് കറണ്ട് കയറി വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ചാർജിങ്. ചാർജിങ് ആവുന്ന സമയത്ത് ഇക്വേഷൻ എന്തായിരിക്കും? E പ്ലസ് IR ആയിട്ട് മാറും. സോ ഡിസ്ചാർജിങ് ആവുന്ന സമയത്ത് ഇക്വേഷൻ E മൈനസ് IR ആണ്. ചാർജിങ് ആവുന്ന സമയത്ത് ഇക്വേഷൻ എന്താ? E പ്ലസ് IR ആണ്. സ്മോൾ r ഈസ് കോൾഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അത് ഓരോ സെല്ലിനും അനുസരിച്ച് എന്തായിരിക്കും? ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്താണ്? റെസിസ്റ്റേഴ്സ്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്താൽ സീരീസ് ആവുന്ന സമയത്ത് രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ അതിനെ ഒരൊറ്റ റെസിസ്റ്ററാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R1 പ്ലസ് R2 ആയിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി R1 പ്ലസ് R2. ഇനി രണ്ട് സീരീസ് ആവുന്ന സമയത്ത് രണ്ടിലൂടെയും പോകുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. സീരീസ് ആവുന്ന സമയത്ത് രണ്ടിലൂടെയും പോകുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. സെയിം കറണ്ട് ആണ് രണ്ടിലൂടെയും കടന്നു പോകും. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഓരോന്നിനും ഡിഫറൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. രണ്ടിൻ്റെ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ പോകുന്ന കറണ്ട് സെയിം ആണ്. പക്ഷേ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിനും ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ പാരലൽ കണക്ഷൻ ആവുന്ന സമയത്ത് രണ്ട് റെസിസ്റ്റേഴ്സിലേക്ക് വരുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. രണ്ട് റെസിസ്റ്റേഴ്സിലേക്ക് വരുന്ന കറണ്ട് ഡിഫറൻ്റ് ആണ്. സെയിം അല്ല, കറണ്ട് ഡിഫറൻ്റ് ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആണ്. എന്നാൽ ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? രണ്ടാളുകൾക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ രണ്ടാളുകളെയും ഒരൊറ്റ റെസിസ്റ്ററാക്കി മാറ്റുന്നതാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റർ എന്ന് വിളിക്കുക. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലിൽ നിൽക്കുന്ന രണ്ട് റെസിസ്റ്റേഴ്സിനെ ഒരൊറ്റ റെസിസ്റ്ററാക്കി മാറ്റുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 വരും. ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. മക്കളെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എന്താലോചിക്കണം? മാക്സിമം ഇക്വേഷൻസ്, അതായത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ്റെ മാക്സിമം ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ ചെയ്ത് പഠിക്കണം. മാക്സിമം ഇക്വേഷൻസ് നിങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താവുക? ഈ ടോപ്പിക്ക് ഈസി ആയിട്ട് മാറും. നെക്സ്റ്റ് എനർജിയാണ്. അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ കണ്ടക്ടർ ചാർജസ് ആർ മൂവിംഗ്. ദീസ് ചാർജസ് സഫർ കൊളീഷൻ വിത്ത് അയോൺസ് ആൻഡ് ആറ്റംസ് ഡ്യൂറിംഗ് ദ ട്രാൻസിറ്റ്. എനർജി ഷെയർ ബൈ ദ അയോൺ ആറ്റംസ് ഹീറ്റ് അപ്പ് ദ കണ്ടക്ടർ. അപ്പം നമ്മളൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് R ആണ്. അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കറണ്ട് കാരണം അവിടെ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ? I²RT. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്താ? പവർ ഈക്വൽ ടു I²R. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ V²/R ആണ്, അല്ലെങ്കിൽ VI ആണ്. ഇത്രയും ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. സോ പവർ ഈക്വൽ ടു I²R, V²/R, അതേപോലെ തന്നെ VI. ഇപ്പോൾ ലോങ് സ്ഥലത്തേക്ക് നമ്മൾ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പവർ ലോസ് നമ്മൾ കുറയ്ക്കുക എങ്ങനെയാണ്? മിനിമൈസ്ഡ് ബൈ ട്രാൻസ്മിറ്റിംഗ് അറ്റ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹൈ വോൾട്ടേജിൽ നമ്മൾ കറണ്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഐഡിയയിൽ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന രണ്ട് റൂളുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? കിർച്ചോഫ് ലോ. അതായത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് 1, 2 എന്നുള്ളത് ജംഗ്ഷനിലേക്ക് വന്ന കറണ്ടുകളാണ്. 1 ആംപിയർ 2 ആംപിയർ. ഇങ്ങോട്ട് പോയത് 0.5 ആംപിയർ ആണെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളുടെ സമം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകളുടെ സമം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ 1ഉം 2ഉം ആഡ് ചെയ്താൽ 3 ആയിരിക്കും. 3 is equal to 0.5 plus I ആയിരിക്കും. where I is equal to 3 minus 0.5, that will be 2.5 ആംപിയർ ആണ്. സോ കറണ്ട് വിൽ ബി 2.5 ആംപിയർ. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്ന കറണ്ടുകളും എന്തായിരിക്കും? സമ്മ് ഈക്വൽ ആയിരിക്കും. അതാണ് ജംഗ്ഷൻ റൂൾ ആൻഡ് ഇറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് മെഷ് ഓർ ലൂപ്പ് റൂൾ? എന്താ? ഒരു ലൂപ്പിൻ്റെ അകത്തുണ്ടാവുന്ന ഓൾജിബ്രായിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സിഗ്മ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ലൂപ്പിൻ്റെ അകത്തുണ്ടാവുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻസൈഡ് ദ ലൂപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി ബൈൻഡിങ് ഓർ വയറിൻ്റെ റീഓറിയൻറ്റേഷൻ കാരണം എന്ത് ചെയ്യുന്നില്ല? ഇതിൻ്റെ ഒരു വാലിഡിറ്റി ഒന്നും എന്ത് ചെയ്യില്ല? ചേഞ്ച് ആവുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ജംഗ്ഷൻ റൂൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ സെൽസ്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ സീരീസ് ആവുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മറ്റേ സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് കണക്ഷനാണ്? ദിസ് ഈസ് സീരീസ് കണക്ഷൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇക്വൽ റെസിസ്റ്റൻസ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. E1 പ്ലസ് E2. രണ്ട് സെല്ലുകൾ മാത്രമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെല്ലുകൾ തമ്മിൽ സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് EMF എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ആണ് R1 പ്ലസ് R2 ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? I is equal to E ഡിവൈഡ് ബൈ R പ്ലസ് R എഫക്റ്റീവ് ആണ്. ഇവിടെ E എഫക്റ്റീവ് ആണ്. സോ I is equal to E എഫക്റ്റീവ് ഡിവൈഡ് ബൈ R എഫക്റ്റീവ്.
സോ ആർ പ്ലസ് ആർ എഫക്റ്റീവ്. ഇവിടെ സെൽസ് സീരീസ് ആണെങ്കിൽ ജസ്റ്റ് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുക. ആർ ഇക്വലൻറ്റ് R1 പ്ലസ് R2 ആണ്. എന്നാൽ രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് മറ്റേ സെല്ലിൻ്റെ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് വരാം, നെഗറ്റീവ് ഒരു പോയിന്റിലേക്ക് വരാം. നേരെ തിരിച്ച് വന്നാലും കുഴപ്പമില്ല, പക്ഷേ സൈൻ എടുക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ട് എടുക്കണം. ഇനി സെൽസ് പാരലായിട്ട് കണക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇക്വലൻ EMFൻ്റെ ഇക്വേഷൻ മക്കൾ ശ്രദ്ധിക്കണം. എന്താ ഇക്വേഷൻ? E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. രണ്ട് സെല്ലുകൾ പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റീവ് EMF ഇസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. രണ്ട് സെല്ലുകൾ പാരലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇത് സെല്ലിൻ്റെ എഫക്റ്റീവ് വാല്യൂ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എയർ റെസിസ്റ്റൻസിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ബീറ്റ് സ്റ്റോൺ പിടിച്ചും അതേപോലെ തന്നെ മീറ്റർ പിടിച്ചുമാണ്. രണ്ടും സെയിം ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ് ബീറ്റ് സ്റ്റോൺ പിടിച്ച്? ഇതൊരു ബാലൻസ്ഡ് കണ്ടീഷനാണല്ലേ. അതായത് നമ്മൾ ഒരാളുടെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവിടെ നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഒരു R1 R2 അതേപോലെ R3 R4 എന്നുള്ള കണക്ഷൻ. അതായത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് ഈ ഗാലനോമീറ്ററിലൂടെ കറണ്ട് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഈ ഗാലനോമീറ്റർ നമുക്ക് ഒഴിവാക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അത് നമ്മൾ ഇങ്ങനെ പറയാറുള്ളത് അല്ലേ, നിങ്ങൾ പഠിച്ച രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഓർമ്മിപ്പിക്കാം. ഇത് P ആണ്, ഇത് Q ആണ്, ഇത് R ആണ്, ഇത് S ആണ്. ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താ കണ്ടീഷൻ? അതായത് P/Q is equal to R/S ആണെങ്കിൽ മുകളിലത്തെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ താഴെയുള്ള റെസിസ്റ്റൻസിൻ്റെ റേഷ്യോക്ക് ഈക്വൽ ആണെങ്കിൽ ഈ നടുവത്തെ റെസിസ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കുകയും അതേപോലെ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആക്കി നിങ്ങൾക്ക് എടുക്കാം. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസും ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതേ ആപ്ലിക്കേഷൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യുക, മീറ്റർ ബ്രിഡ്ജിന് യൂസ് ചെയ്യാം. മീറ്റർ ബ്രിഡ്ജിന് നമ്മൾ സെയിം കണ്ടീഷനെ യൂസ് ചെയ്യുക. എന്നാൽ നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് തരും. ആ അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുകളിലത്തെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, R/S is equal to, ഇവിടെ നമ്മൾ താഴത്തെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ നമ്മൾ ബാലൻസിങ് ലെങ്ത് വെച്ചാൽ സംസാരിക്കാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ ഗാലനോമീറ്റർ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ഗാലനോമീറ്ററിൽ ഒരു റീഡിങ്ങും കാണിക്കുന്നില്ലെങ്കിൽ ആ ലെങ്ത്തുകളുടെ റേഷ്യോ L1 ഡിവൈഡ് ബൈ 100 മൈനസ് L1. ആ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നമ്മൾ ലാബിൽ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിലെ ഇക്വേഷൻസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇത്രയും തിയറി ഇക്വേഷൻസ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.